നമസ്കാരം, ഞാൻ ഡോക്ടർ ശരണ്യ വിജയകുമാർ, കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, ലോക മെഡിസിറ്റി കരകുളം ആൻഡ് ഡെയിൽ വ്യൂ കെയർ പോയിന്റ് പുനലാൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ദാമ്പത്യ പ്രശ്നങ്ങളെ പറ്റിയാണ്. ഒരു മാനസികാരോഗ്യ വിദഗ്ധ എന്ന രീതിയിൽ ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണ് മാരിറ്റൽ ഇഷ്യൂസ് വരാറുള്ളത്, എന്ത് രീതിയിലെ പേഷ്യൻസ് ആണ് എൻ്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്യാറുള്ളത്. ഒരു മെജോറിറ്റി ഓഫ് പേഷ്യൻസ് വരാറുള്ളത്, ഡോക്ടറെ എനിക്ക് ഭർത്താവ് എന്ന് പറയും, ഡോക്ടറെ എനിക്ക് ഇവളുടെ സ്വഭാവം അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ദേഷ്യം വന്നാൽ പിന്നെ കണ്ണും മൂക്കും കാണില്ല, ഇതൊക്കെയാണ് ഒരു കൂട്ടർ വന്ന് പറയാറുള്ളത്. അതുപോലെ ഭാര്യമാർ വന്ന് പറയാറുണ്ട്, ഭയങ്കര ദേഷ്യക്കാരനാണ് ഭർത്താവ്, ഭയങ്കര ദേഷ്യക്കാരനാണ്, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി, ഇപ്പോഴും അതുപോലെ തന്നെയാണ്, തുടക്കത്തിലൊന്നും ആളിങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെ ആയിരിക്കാം കാരണം? ഈ ദേഷ്യഭാവം അല്ലെങ്കിൽ മൂഡ് വേരിയേഷൻസ് എന്നൊക്കെ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊരു സ്വഭാവ വൈകല്യമാണ്. പേഴ്സണാലിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമല്ല. എന്നാൽ അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ചിലപ്പോൾ നമുക്ക് കൗൺസിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് മരുന്നുകളുടെ മാനേജ്മെൻറ്റിലൂടെയോ മുന്നോട്ട് പോയാൽ ഒരുവിധം നമുക്ക് ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഈ പേഴ്സണാലിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല രീതിയിലെ പേഴ്സണാലിറ്റീസ് ഉണ്ടാവാം. ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റീസ് ഉണ്ടാവാം, ചിലപ്പോൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് അനാൻകാസ്റ്റിക് പേഴ്സണാലിറ്റീസ് ഉണ്ടാവാം. എപ്പോഴും ഒബ്സെസ്ഡ് ആയിരിക്കും, വളരെ നീറ്റായിരിക്കണം, വളരെ കൃത്യമായിരിക്കണം, 1 മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. അതുപോലെ ഈ പറഞ്ഞ പല പേഴ്സണാലിറ്റി ട്രേറ്റ്സും ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും. ഒരു ഓപ്റ്റിമൽ ലെവൽ വരെ നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും. പക്ഷെ ആ പരിധി കഴിഞ്ഞു പോയാൽ നമ്മുടെ ജീവിതത്തിനെ വളരെ മോശമായി ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണ് എപ്പോഴും മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടണം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡിസ്റെഗുലേഷൻ വളരെ കോമൺ ആയിരിക്കും. എന്ന് വെച്ചാൽ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ വിഷമം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു വിവാഹ ജീവിതത്തിനെ വളരെ മോശമായി ബാധിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ദാമ്പത്യ പ്രശ്നം കാണും. പിന്നെ വേറൊരു പ്രശ്നമാണ് സെക്ഷുവൽ ലൈഫ്. എന്ന് വെച്ചാൽ നമ്മുടെ സെക്ഷുവൽ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒരാൾക്ക് സെക്ഷുവലി താല്പര്യമുണ്ട്, മറ്റേ ആൾക്ക് സെക്സുമായിട്ട് മുന്നോട്ട് പോകാൻ ഓക്കെ അല്ല ചില ദിവസങ്ങൾ. അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു മാരിറ്റൽ ഇഷ്യൂ വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പരമാവധി പോവാം, നമുക്ക് പുറത്ത് ആരുടെ അടുത്തും പോയി സംസാരിക്കാതെ ഞങ്ങളുടെ ഇടയിൽ തന്നെ ഇത് തീർക്കാം എന്നുള്ളൊരു ചിന്ത ഒരു പരിധിവരെ ഒഴിവാക്കണം. എന്താണെന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ, ഈ പേഴ്സണാലിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ മദ്യം കാരണമുള്ള ഇഷ്യൂസൊക്കെ സ്വന്തം കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്താലായിരിക്കും വളരെ നല്ലത്. അപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ, സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ പോയി സംസാരിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവരെ അസസ് ചെയ്യട്ടെ. എന്നിട്ട് അവരുടെ ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് അവർ നിങ്ങളോട് തുറന്ന് പറയും. നിങ്ങൾക്കത് ഓക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റും അതുപോലെ അവരുടെ ഹെൽപ്പും എടുത്ത് മുന്നോട്ട് പോവുക. പിന്നെ എന്താണ് കാരണം, ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് കണ്ടുപിടിക്കലാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് വിഷയം. അതും ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുക. എന്നിട്ട് ആ എക്സ്പേർട്ട് പറയുന്ന അനുസരിച്ച് നിങ്ങൾ ട്രീറ്റ്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ കൗൺസിലിങ്ങുമായിട്ടോ ഒക്കെ മുന്നോട്ട് പോവുക.